ശരി, സൈഫ് സൈനുലാബ്ദീൻ കൂടി ചേരുന്നു. സൈഫ്, ഈ ജമാഅത്ത് UDF ബാന്ധവം അത് ഒരു വലിയ തിരിച്ചടി, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഈ സമയം UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് ഒരു വലിയ തിരിച്ചടിയായി പ്രചാരണ ഗോധയിൽ LDF കാണുന്നുണ്ടോ? അതിനിപ്പോൾ നിരത്തുന്ന വാദമുഖങ്ങൾ വെച്ച് തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യാതിരിക്കുമോ ചെയ്യുക, അതോ പുതിയ എന്തെങ്കിലും വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ LDF ക്യാമ്പിൽ നടക്കുന്നുണ്ടോ? 2 ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സൈഫുദ്ദീൻ, സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി വരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് അജണ്ട, ഇടതുമുന്നണിയുടെ അജണ്ട എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ സെറ്റ് ചെയ്തുകൊണ്ട് എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്, അതൊരു രാഷ്ട്രീയ കൗതുകമായി നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി ആദ്യം വന്നു പോയ സമയത്ത് മുഖ്യമന്ത്രി രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കടന്നില്ല, UDFനെ കടന്നാക്രമിച്ചില്ല, ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറ്റപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ 9 വർഷത്തെ പ്രതിപക്ഷത്തെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശന സ്വഭാവത്തിൽ മുഖ്യമന്ത്രി കണ്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചില്ല. അൻവറുമായി ബന്ധപ്പെട്ട അൻവറിന്റെ പേര് മുഖ്യമന്ത്രി പറഞ്ഞില്ല. ചതിച്ചു വഞ്ചിച്ചു എന്ന വാചകത്തിനപ്പുറത്തേക്ക് അത് കടന്നില്ല. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി ഇവിടുന്ന് തിരിച്ചതിന് പിന്നാലെ പിറ്റേ ദിവസം മുതലാണ് തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമെല്ലാം നിലമ്പൂർ മണ്ഡലത്തിൽ ഉയർന്നു വരുന്നത്. ആദ്യം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദം, പിന്നീട് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഉള്ള പരാമർശങ്ങൾ വിജയരാഘവൻ അടക്കം നടത്തി. ഈ പരാമർശങ്ങൾ അത് ചർച്ചയായി വരുന്നുണ്ട്. പിന്നീട് പെരുന്നാളിന്റെ അവധിയുമായി ബന്ധപ്പെട്ട വിഷയം, ഏറ്റവും ഒടുവിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ. ഇങ്ങനെ സജീവ രാഷ്ട്രീയ വിഷയങ്ങൾ മണ്ഡലത്തിൽ ഉടനീളമുണ്ട്. മുഖ്യമന്ത്രി അതിനൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ആദ്യം പങ്കെടുക്കുന്ന പരിപാടിയിൽ അത് രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്ന പരിപാടിയായിരിക്കും. മുഖ്യമന്ത്രി അതിനെല്ലാം മറുപടി പറയും. അതുവരെ ഈ വിവാദങ്ങൾ അങ്ങനെ നിൽക്കും എന്ന് ഇടതുമുന്നണി നേതാക്കളും കരുതുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട നിലപാട്, ആ നിലപാട് CPM ആദ്യമായിട്ട് എടുക്കുന്നതല്ല, ആദ്യമായിട്ടല്ല CPM ആ നിലപാട് പറയുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായ പിന്തുണ UDFന് പ്രഖ്യാപിച്ച സമയം മുതൽ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിക്കുന്ന ഒരു രീതി CPM തുടർന്നു വരികയാണ്. ആ രീതിയിൽ ഇപ്പോഴും CPM മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടേണ്ടത്, ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ, ഞാൻ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 ദിവസമായിട്ടുണ്ട്, 2 ദിവസം മുമ്പാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ആ പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ ഇങ്ങനെ കടുത്ത ഭാഷയിലുള്ള ഒരു വിമർശനം CPMന്റെ നേതാക്കന്മാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറിമാർ, MLA അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരു വിമർശന സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ആരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. വെൽഫെയർ പാർട്ടി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ നിലപാട്, CPMന്റെ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുക എന്നുള്ളത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചെയ്യേണ്ട കാര്യമാണ് എന്നവർ രാഷ്ട്രീയമായി കരുതുന്നു. അതുകൊണ്ടാണ് വിമർശന സ്വഭാവത്തിൽ കടന്നാക്രമിച്ച് വെൽഫെയർ പാർട്ടി പിന്തുണയെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു കടന്നാക്രമണം നടത്തുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഇവരുടെ ഭാഗമാകുമ്പോഴത്തേക്ക് ലീഗ് എങ്ങനെയാണ് സമീപിക്കുക, മറ്റ് അവരുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് സാമുദായിക സംഘടനകൾ അതിനെ എങ്ങനെയാണ് പിന്തുണയ്ക്കുക തുടങ്ങിയ ചില കാര്യങ്ങൾ LDF ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കടന്നാക്രമണം ശക്തമായി തന്നെ തുടരുന്നത്. ഇന്ന് M സ്വരാജ് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ, ഇന്നലെ കുറച്ച് മയപ്പെട്ട് സംസാരിച്ചെങ്കിലും അദ്ദേഹം ഇന്ന് കുറച്ച് കടുത്ത ഭാഷയിൽ പറയുന്നുണ്ട്, UDFന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും നയരൂപീകരണത്തിൽ വരെ ഇവർ ഇടപെടുന്നു, ജമാഅത്തെ ഇസ്ലാമി ഇടപെടുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് കടന്ന് പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി വരുമ്പോഴത്തേക്ക് ഈ വിഷയങ്ങൾക്കുള്ള നിലപാട്, ഇടതു മുന്നണിയുടെ നിലപാടിനകത്ത് വ്യക്തതയുണ്ട്. എങ്കിലും കുറച്ചുകൂടി കടുത്ത ഭാഷയിലേക്ക് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ ചർച്ചയായി വരികയും ചെയ്യും. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം, മേൽത്തട്ടിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിൽ ഉടനീളം നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ പണി മുഴുവൻ നടക്കുന്നത് അടിത്തട്ടിലാണ്. 2 മുന്നണികളുടെയും പ്രവർത്തകർ അടിത്തട്ടിൽ രാവിലെ മുതൽ രാത്രി വരെ പണി ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നിലമ്പൂരിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സൈഫുദ്ദീൻ.